ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇത് ബൈബിൾ ഒരു വേഴ്സ് ആണ്. ആസ് വി forgive our debtors, forgive us our sins. Forgive our sins and debts as we forgive our debtors. ഇതാണ് എൻ്റെ ഇംഗ്ലീഷ് വേർഡ്സ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ ഓക്കെ, ദൈവമേ എൻ്റെ പാപങ്ങൾ എൻ്റെ കുറവുകൾ ഓർക്കല്ലേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പം, ദൈവത്തോട് ക്ഷമ ചോദിക്കുമ്പം ബൈബിളിനകത്ത് ഇങ്ങനൊരു ലൈനുണ്ട്. അപ്പം ഈ ഒരു വേഴ്സ് മനസ്സിൽ വെച്ചിട്ടാണോ, അത് ക്ലിയർ ആക്കിയിട്ടാണോ, നിങ്ങളുടെ ആ സ്ലേറ്റ് ക്ലിയർ ആക്കിയിട്ടാണോ ദൈവത്തോട് forgive my sins, എൻ്റെ കുറവുകൾ ഓർക്കല്ലേ എന്ന് പറയുന്നത്? ആലോചിക്കണം. വചനം പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ, ആസ് വി forgive our debtors. അപ്പം ദൈവത്തോട് നമ്മളുടെ കുറവുകൾ, നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമ ചോദിക്കുമ്പം ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ടോ? എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിച്ചിട്ടുണ്ടോ? ഞാനിപ്പോഴും അതൊക്കെ പകവെച്ചുകൊണ്ടിരിക്കുകയാണോ? ഇത് ശ്രദ്ധിച്ചോണം. ഇത് ക്ലിയർ ചെയ്തിട്ട് വേണം ദൈവത്തോട് എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ എന്ന് പറയാനായിട്ട്. മനസ്സിലായോ? ഇതൊന്നും ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല, വചനമാണ്, ബൈബിളിനകത്തുള്ളതാണ്. സോ forgive your debtors first. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണേ എന്ന് പറഞ്ഞതിന് മുമ്പേ നിങ്ങളോട് ദ്രോഹം ചെയ്തവർ, പാപം ചെയ്തവരോട് നിങ്ങൾ ക്ഷമിക്കണം ആദ്യം. എന്നിട്ട് വേണം ദൈവസന്നിധിയിൽ എൻ്റെ കുറവുകൾ ദൈവമേ ക്ഷമിക്കണേ എന്ന് പറയാൻ.